ആധാരം മോഷ്ടിച്ചത് സിസിലി ആയിരിക്കോ? അല്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് അവൾക്ക് എന്ത് ചെയ്യാനാ? കലാവതിയുമായിട്ട് എന്തോ ചില അടുപ്പമുണ്ട് ഈ സിസിലിക്ക്. ആധാരം കൊണ്ടുപോയി കലാവതിക്ക് കൊടുത്തോ? അല്ല, അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് എന്താ കാര്യം? കലയമ്മയ്ക്ക് അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമൃത ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ദിവ്യപ്രഭയുടെ കയ്യിലല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കലാവതിയും ദിവ്യപ്രഭയും ചേർന്നുള്ള നീക്കമാണെങ്കിലോ അങ്ങനെ സംഭവിച്ചുകൂടാഴിയില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അമൃതേച്ചി അത് വേറെ ആർക്കെങ്കിലും പണയപ്പെടുത്തി കാശ് വാങ്ങിച്ചു. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അങ്ങനൊന്നും അമൃത ചെയ്യില്ല. അച്ഛൻ ഉറപ്പുണ്ടോ അങ്ങനെ പണയം വെക്കില്ലെന്ന്? ബാങ്കിൽ ആധാരം വെച്ച് കാശെടുക്കാൻ പോയത് നമ്മളോട് പറഞ്ഞിട്ടാണോ? പലതും പറയാറില്ല എന്നുള്ളത് ശരിയാ, പക്ഷേ പറയുന്നതൊന്നും കളവായിരിക്കില്ല. എന്നാ പിന്നെ നഷ്ടപ്പെട്ട ആധാരത്തിന് ആര് സമാധാനം പറയും? സമാധാനം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിക്കറിയാം ആധാരം എവിടെയാണെന്ന്. അച്ഛനല്ലേ പറഞ്ഞത് ചേച്ചി കളവ് പറയില്ലെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല. ആധാരം എവിടുന്ന് മാറ്റിയത് അഭിയ. എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അല്ല, അഭിയേട്ടൻ എപ്പോ എടുത്തോണ്ട് പോയി? പോലീസ് റെയ്ഡിന് വരുമെന്ന് അഭിക്ക് അറിയായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങൾ അഭിയെ നമ്മുടെ റൂമിന് മുന്നിൽ കൊണ്ടാക്കിയില്ലേ, അപ്പ എടുത്തോണ്ട് പോയതാ. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ പോലീസുകാർ എടുത്തോണ്ട് പോയേനെ. അല്ലെങ്കിലും എപ്പോഴും ഒരു ആപത്ത് സമയത്ത് അഭിയേട്ടന് ഓടി വരും. എന്നാൽ അമൃതേച്ചി എന്തിനാ ബാങ്കിൽ ലോൺ അപേക്ഷിച്ചേ? അതിനു മാത്രം കാശ് എന്തിനാ അമൃതേച്ചിക്ക്? 2 കല്യാണം ഒരുമിച്ച് നടത്തണ്ടേ? മണ്ഡപം ബുക്ക് ചെയ്യണം, വസ്ത്രങ്ങൾ എടുക്കണം, സദ്യ വേണം, പിന്നെ പൊന്നും പണ്ടങ്ങളും ആവശ്യത്തിന് വേണ്ടേ? അത്യാവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വിവേകും ആകാശേട്ടനും ഒന്നും ചോദിക്കത്തൂല്ല. വിവേകിന്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കും, പക്ഷേ ആകാശിന്റെ കാര്യത്തിൽ അത് അങ്ങനല്ല. വെറുതെ ആകാശേട്ടനെ കുറ്റപ്പെടുത്തണ്ട. ശ്രീധരൊന്നും ആകാശേട്ടൻ ചോദിക്കില്ല. ആകാശ് ചോദിക്കില്ല, പക്ഷേ വീട്ടുകാരങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. രണ്ടുപേർക്കും തുല്യമായിട്ട് ആഭരണങ്ങൾ കൊടുക്കണം. അല്ല, 30 പവൻ വെച്ച് 2 പേർക്കും ഒന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്? അല്ല ചേച്ചി, അതിവിടെ ഇരിപ്പുണ്ടല്ലോ. അത് പോരാ മോളെ. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പോലീസ് വന്നപ്പോ ആകെ ഭയന്നുപോയി ഞങ്ങള്. ദിവ്യപ്രഭ നേരിട്ട് പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ടുവന്നതാ. തക്ക സമയത്ത് അഭേട്ടൻ വന്ന് ഇടപെട്ടതുകൊണ്ടാ രക്ഷപ്പെട്ടത്. അഭേട്ടൻ പറഞ്ഞ പോയിന്റുകള് നിയമവശമാ. 2 കോടി രൂപ കയ്യിലുണ്ടായിരുന്നതിന്റെ സോഴ്സ് കാണിക്കേണ്ടി വരും ദിവ്യപ്രഭ. വാങ്ങിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അമൃതേച്ചിക്കെതിരെ ഒരു തെളിവും കാണിക്കാൻ പറ്റില്ല. അതുമല്ല, ഒറിജിനൽ ആധാരം അഭേട്ടന്റെ കയ്യിലുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെന്താ കുഴപ്പം? നിനക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പലതും പറയാം. ആധാരം കാണാതായപ്പോ ഞങ്ങൾ പേടിച്ചു പോയി. ഭാഗ്യത്തിന് അഭേട്ടൻ അതെടുത്ത് മാറ്റിയിരുന്നു. അത് നന്നായില്ലേ? അല്ലെങ്കിൽ ആധാരം അവര് കൊണ്ടുപോകില്ലായിരുന്നോ? അഭേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഇതൊക്കെ സഹിക്കാ പാവം. നിനക്കിതെന്തെങ്കിലും അറിയണോ? ഇഷ്ടക്കുറവോടെ ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് ഇതുവരെ അമൃതേച്ചി ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ നിനക്ക്. അഖിലേച്ചയാണെങ്കിൽ എന്ത് കാര്യത്തിനും ദേഷ്യപ്പെട്ടേ സംസാരിക്കൂ. നീയാണെങ്കിൽ പിണക്കത്തിലും. എല്ലാരും കൂടി വിഷമിപ്പിക്കും അമൃതേച്ചിയെ. എനിക്കും അനക്കേച്ചിക്കും അച്ഛനും ഒക്കെ എന്ത് വിഷമമായെന്നറിയോ? നീ എന്താ ആരാധി പറയുന്നത്? ഞാനെന്താ അമൃതേച്ചിയുടെ ശത്രുവാണോ? എന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. മനസ്സിലുള്ളതൊന്നും ഒളിച്ചു വെക്കാൻ എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞാ അതങ്ങ് തീർന്നു. അല്ലാതെ എനിക്ക് ജീവനാ എന്റെ അമൃതേച്ചിയെ. അതെ, നീ അത് എന്നോട് പറഞ്ഞാ പോരാ. ഇന്ന് തന്നെ അമൃതേച്ചിയെ വിളിക്കണം. അത് വേണ്ട ആരാധേ, ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. എനിക്കിനി 4-5 ദിവസം ട്രെയിനിങ് ഇല്ല. ഞാൻ വീട്ടിലേക്ക് വരും. അപ്പൊ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞ് ഞാൻ അമൃതേച്ചിയെ സമാധാനപ്പെടുത്തിക്കോളാം. അത് മാത്രം പോരാ. അമൃതേച്ചി എന്തൊക്കെയോ പ്രശ്നങ്ങള് നമ്മളെ അറിയിക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആരൊക്കെയോ അമൃതേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
ആധാരം പണയപ്പെടുത്താൻ പോയതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്കത് കണ്ടുപിടിക്കാം ആരാധ്യ. അമൃതേച്ചിയെ നമുക്ക് രക്ഷിക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.